പ്രേഷിതവാഹിനി വന്നിരാ പുതിയ ദൂതുമാ യേശുവിൻ സാക്ഷികളായി തീരാ ഉണരു യുവതയെ നീ ഒന്നിച്ചൊന്ന ചേരാം സ്നേഹം പങ്കുവെക്കാം അറിവിൻ മധുരം പകരാൻ മുന്നേറാം മത്തുമ നൽകിയ പ്രേഷിത ചൈതന്യത്തിനാളം ഉജ്ജ്വലിപ്പിക്കാൻ മിഷനെ അറിയാം മിഷണറിയാകാം മിഷനെ സ്നേഹിക്കാം മിഷണറിയാകാം മിഷനെ അറിയാം മിഷണറിയാകാം മിഷനെ സ്നേഹിക്കാം മിഷണറിയാകാം മിഷനെ അറിയാൻ, മിഷനെ സ്നേഹിക്കാൻ, മിഷണറിയാകാൻ. സഭയുടെ പ്രേക്ഷിത അവബോധന പ്രവർത്തനങ്ങൾക്ക് സെയിന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ ഏറ്റവും പുതിയ സംഭാവന സെയിന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ മാധ്യമ വിഭാഗമായ സാന്തോ മീഡിയയും ഷാലോം ടെലിവിഷനും ചേർന്നൊരുക്കുന്ന ദി അൾട്ടിമേറ്റ് എന്റർടൈൻമെന്റ് മിഷൻ ക്വിസ് ഓൺ വീൽസ് സാന്തോ മിഷൻ ക്രിസ്ത്യനിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള 13 രൂപതകളിലൂടെ ചോദ്യങ്ങളെയെല്ലാം ഒരു ആഘോഷമാക്കിക്കൊണ്ട് MSTയുടെ പ്രേഷിത വാഹിനി ഇന്ന് എത്തിയിരിക്കുന്നത് വിശുദ്ധ യൗസേ പിതാവിൻ്റെ നാമധേയത്തിലുള്ള പേരാവൂർ സെന്റ് ജോസഫ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പിൽഗ്രിം ദേവാലയത്തിലാണ്. ഇന്ന് നമ്മൾ ഈ കാണുന്ന ദേവാലയം കുടിയേറ്റക്കാർ നിർമ്മിച്ച 3ാമത്തെ ദേവാലയമാണ്. രൂപതയുടെ ചരിത്രത്തിന് 25 വർഷം മുൻപത്തെ ചരിത്രം നമ്മുടെ പേരാവൂരിന് പറയാനുണ്ട്. ഇന്ന് ഒത്തിരി ചരിത്രമുറങ്ങുന്ന ഈ മണ്ണിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ ഓഡിയൻസ് എല്ലാവരും ബാക്കി 3 പാർട്ടിസിപ്പൻസിനെയാണ് കാത്തിരിക്കുന്നത്. ഒട്ടും താമസിപ്പിക്കാതെ തന്നെ നമുക്ക് ബാക്കി നിൽക്കുന്ന 3 പാർട്ടിസിപ്പൻസിനെയും പ്രേഷിത വാഹിനിയുടെ അടുത്തേക്ക് സ്വാഗതം ചെയ്യാം. നല്ലൊരു കയ്യടി കൊടുത്ത് നമുക്ക് അവരെ പ്രേഷിത വാഹിനിയിലേക്ക് വിളിച്ചാലോ? നമ്മുടെ പാർട്ടിസിപ്പൻസ് 3 പേരും ദേ ഇങ്ങനെ നിൽക്കുകയാണ്. ആരാണ് അടുത്തത് നമ്മുടെ പ്രേഷിത വാഹിനിൽ കയറാൻ പോകുന്നതെന്ന് പാർട്ടിസിപ്പൻസും അതുപോലെ തന്നെ നമ്മുടെ ഓഡിയൻസും എക്സൈറ്റഡ് ആണ്. ഞാനും എക്സൈറ്റഡ് ആണ്. അങ്ങനെയാണ് സീനു, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. നമ്മുടെ തലശ്ശേരി അതിരൂപതയിലെ മെത്രാന്മാരുടെ പേരുകൾ പറയാൻ പറ്റുമോ? എനിക്കറിയാം, പക്ഷേ ഞാൻ പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി നല്ലത് നമ്മുടെ തലശ്ശേരി അതിരൂപതയുടെ മക്കൾ തന്നെ പറയണേരിക്കില്ലേ? നമുക്ക് ഇവരെ കൊണ്ട് പറയിപ്പിക്കാം. അങ്ങനെയാണെങ്കിൽ ഇതൊരു ഗെയിമായിട്ട് നമുക്ക് കൊടുത്താലോ? അടുത്തതായിട്ട് ആരാണ് പ്രേഷിത വാഹിനി കയറാൻ പോകുന്ന നിശ്ചയിക്കുന്ന ഒരു ഗെയിമാണിത്. തലശ്ശേരി അതിരൂപതയുടെ കീഴിൽ വരുന്ന രൂപതകളുടെ മെത്രാന്മാരുടെ പേര് ഏറ്റവും കൂടുതൽ പറയുന്ന ആളായിരിക്കും നമ്മുടെ പ്രേഷിത വാഹിനിയിൽ അടുത്തതായിട്ട് കയറാനായിട്ട് പോകുന്നത്. എത്ര സെക്കൻഡ്സ് കൊടുക്കണം? 10 സെക്കൻഡ് കൊടുത്താൽ മതി അല്ലേ? ധാരാളം. അങ്ങനെയാണെങ്കിൽ തുടങ്ങിക്കോ. സ്റ്റാർട്ട്. തലശ്ശേരി അതിരൂപത മാർ ജോസഫ് പാമ്പളാനി. അതറിയുള്ളൂ. അടുത്ത ആള്. തലശ്ശേരി അതിരൂപത മാർ ജോസഫ് പാമ്പളാനി. മാനന്തവാടി രൂപത മാർ ജോസ് പൊരുമേട്. അടുത്ത ആള്. കല്യാൺ രൂപത മാർ പോൾ ചിറ്റിലപ്പള്ളി. സ്റ്റോപ്പ്. ആരാ പ്രേഷിത വാഹിനി കയറാൻ പോകുന്നത്? ഞാൻ നോക്കട്ടെ, ഓഡിയൻസിന് അറിയാൻ പറ്റുമോ നോക്കട്ടെ. ഇതിൽ ആരായിരിക്കും അടുത്തതായിട്ട് പ്രേഷിത വാഹിനി കയറാൻ പോകുന്നത്? നിങ്ങൾ ശ്രദ്ധിച്ചില്ല? അവർക്ക് ഉത്തരം അറിയില്ല എന്ന് തോന്നുന്നു. ഉത്തരം അറിയാത്തോണ്ടാന്നോ? ദേ അങ്കിള് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആരാ രണ്ടാമത് നിൽക്കുന്നല്ലേ? അത് തന്നെ, രണ്ടാമത് നിൽക്കുന്ന നമ്മുടെ ബെന്നാണ് അടുത്തതായിട്ട് പ്രേഷിത വാഹിനിയിൽ കയറാൻ പോകുന്നത്. നല്ലൊരു കയ്യടി കൊടുത്തേ. നമുക്ക് ആ ഉത്തരം ഇവർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു കൊടുത്താലോ? ഓഡിയൻസിന് വേണ്ടി 6 രൂപതകളാണ് തലശ്ശേരി അതിരൂപതയുടെ കീഴിൽ വരുന്നത്. ബൽത്തങ്ങാടി മാർ ലോറൻസ് മുക്കുഴി പിതാവ്, താമരശ്ശേരി മാർ റെമിജിയോസ് ഇഞ്ചനാനിയൽ, മാനന്തവാടി രൂപത മാർ ജോസ് പൊരുന്നേടം, മാഠ്യ മാർ സെബാസ്റ്റ്യൻ എടയന്ത്രത്ത്, ഭദ്രാവതി മാർ ജോസഫ് അരുമച്ചാടത്ത്, തലശ്ശേരി മാർ ജോസഫ് പാംപ്ലാനി. നമുക്കിന്ന് പ്രേഷിത വാഹിനിയിൽ അടുത്ത ആൾ കയറ്റിയാലോ? നല്ലൊരു കയ്യടി കൊടുത്തേ ബെന്നിന് വേണ്ടിയിട്ട്.
ബെന്നിന്റെ ചെറിയൊരു പ്രൊഫൈൽ നമുക്ക് കണ്ടാലോ? ഹായ്, എൻ്റെ പേര് ബെൻ ജോസഫ് ബോബി. എൻ്റെ നാട് കണ്ണൂർ ജില്ലയിലെ ഒരു സുന്ദരമായ ഗ്രാമമായ ചിറ്റാമ്പറമ്പിലാണ്. എൻ്റെ രാവിലത്തെ പരിപാടി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആർക്കും ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ്. രാവിലെ പള്ളിയിൽ പോയി കഴിഞ്ഞ് വന്ന് എൻ്റെ വല്യപ്പനും വല്യമ്മ നട്ടുവെച്ചിരിക്കുന്ന കൃഷിയിടങ്ങൾ നോക്കി അതിനെ പരിപാലിക്കുകയും വെള്ളം ഒഴിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന ഹോബി. എൻ്റെ മാതാപിതാക്കൾ എന്നെ പഠിപ്പിച്ചത് ഇപ്രകാരമാണ്: നീ എപ്പോഴും കൃഷി ചെയ്താലും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും, പ്രാർത്ഥന മാത്രമല്ല കിട്ടിയ വിളവിന് ദൈവത്തോട് നന്ദി പറയുകയും ഒരു ഓഹരി ദൈവത്തിന് ദശാംശമായി കൊടുക്കുകയും ചെയ്യണം. ഇങ്ങനെ ചെയ്താൽ മാത്രമേ ദൈവം നമുക്ക് കൂടുതൽ വിളവ് നൽകുകയും നമുക്ക് കൂടുതൽ സന്തോഷം ലഭിക്കുകയും ചെയ്യുകയുള്ളൂ. ഇതാണ് എൻ്റെ പള്ളി. എൻ്റെ പ്രിയപ്പെട്ട പള്ളിയാണ്. പേര് സെൻറ്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് ചർച്ച് ചിറ്റാമ്പറമ്പ്. ഈ പള്ളിയിലാണ് എൻ്റെ കുടുംബം ഉള്ളത്. ഈ പള്ളി ഞാൻ എന്തുവന്ന് പ്രാർത്ഥിച്ചാലും അതെനിക്ക് ലഭിക്കും. അതെനിക്ക് 100% വിശ്വാസമുണ്ട്. ഞാൻ എപ്പോഴും ഈ പള്ളി വന്ന് നന്ദി പറയാറുള്ളത് എനിക്ക് ഈ കുടുംബത്തിലും ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റിയതിനും ജനിക്കാൻ പറ്റിയതിനുമാണ്. അതിന് ഞാൻ എപ്പോഴും ദൈവത്തിന് നന്ദി പറയാറുണ്ട്. പ്രൊഫൈല് നമ്മൾ കണ്ടു, പക്ഷെ ഈ മിടുക്കനെ കുറിച്ച് ഇത്രയൊന്നും അറിഞ്ഞാൽ പോരാ. പക്ഷേ അതേസമയം നമ്മുടെ ഗെയിമും സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഓരോ റൗണ്ട് കഴിയുമ്പോഴും ഓരോ കാര്യങ്ങൾ ചോദിച്ച് ബെന്നിനെ കൂടുതൽ പരിചയപ്പെടാം. അങ്ങനെയാണെങ്കിൽ പ്രേക്ഷിത വാഹനത്തിൽ കയറല്ലേ? കയറിക്കോളൂ. ഇനി ഗെയിമിന്റെ റൂൾസ് ഒന്നും പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ടതില്ലല്ലോ, എല്ലാം അറിയാം. റെഡിയാണ് ഫസ്റ്റ് റൗണ്ട്. അപ്പോൾ ഏതാണ് ചൂസ് ചെയ്യുന്നത്? ജെറീക്കോ. വിഷ്വൽ റൗണ്ടായ ജെറീക്കോയാണ് ബെൻ ചൂസ് ചെയ്തിട്ടുള്ളത്. സ്ക്രീനിൽ ഒരു വീഡിയോ കാണിക്കും. വളരെ ശ്രദ്ധാപൂർവം ഇരിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സൊക്കെ കുറിച്ചെടുക്കാനായി അവിടെ ഒരു റൈറ്റിംഗ് പാഡും പെന്നും ഇരിപ്പുണ്ട്, അത് ഉപയോഗിക്കുക. ആ വീഡിയോയിൽ നിന്നിട്ടായിരിക്കും ബെന്നിനുള്ള ചോദ്യം വരുന്നത്. വീഡിയോ കണ്ടാലോ? വീഡിയോ കാണാം. Ricordo che anche la mia intenzione è promuovere un mese missionario straordinario nell'ottobre del 2019 a fine di alimentare l'ardore dell'attività evangelizzatrice della Chiesa a Gentes. 2017 ഒക്ടോബർ 22 ഏഞ്ചലോസ് പ്രാർത്ഥനയുടെ മധ്യേ ഫ്രാൻസിസ് മാർപ്പാപ്പ 2019 ഒക്ടോബർ മാസം അസാധാരണ പ്രേക്ഷിത മാസമായി ആചരിക്കണമെന്ന് സഭ മുഴുവനോടുമായി ആവശ്യപ്പെട്ടു. ബെനഡിക്ട് 15 മാർപ്പാപ്പയുടെ മാക്സിമം ഇല്ലൂദ് എന്ന അപ്പസ്തോലിക ലേഖനത്തിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഈ മാസാചരണം നടത്തുവാൻ മാർപ്പാപ്പ ആഹ്വാനം ചെയ്തത്. ജ്ഞാനസ്നാനപ്പെട്ടവരും അയക്കപ്പെട്ടവരും ക്രിസ്തുവിന്റെ സഭ ദൗത്യവുമായി ലോകത്തിൽ എന്ന സാർവത്രിക പ്രമേയമാണ് ഇതിനായി മാർപ്പാപ്പ നൽകിയിരിക്കുന്നത്. ജനതകളോടുള്ള സുവിശേഷ പ്രഘോഷണത്തിന്റെ ആവശ്യത്തെക്കുറിച്ച് വിശ്വാസികളെ കൂടുതൽ പ്രബുദ്ധരാക്കുക, പ്രേക്ഷിത പ്രവർത്തന കടമയെക്കുറിച്ചുള്ള അവബോധം കൂടുതൽ ശക്തമാക്കുക എന്നിവയാണ് ഈ മാസാചരണം കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത്. പേടിക്കൊന്നും വേണ്ട, എളുപ്പമുള്ള ചോദ്യമായിരിക്കും. നമുക്ക് ആ ചോദ്യം നോക്കിയാലോ? 2019 ഒക്ടോബർ മാസം അസാധാരണ പ്രേക്ഷിത മാസമായി ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചപ്പോൾ ആ മാസത്തിന് എന്ത് സാർവത്രിക പ്രമേയമാണ് പാപ്പ നൽകിയത്? ആഡ് ജെൻഡസ് ആണോ? ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇല്ല. വേറെ ഉത്തരം എന്തെങ്കിലും ഉണ്ടോ? ആഡ് ജെൻഡസ്. ആഡ്ജെൻഡസ് തന്നെയാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ഉറപ്പിച്ചിട്ട് നമുക്ക് ആൻസർ ചെക്ക് ചെയ്താലോ? ഒരേ ഒരു ചോദ്യമുള്ള ജെറീക്കോ റൗണ്ടിൽ ആഡ് ജെൻഡസ് എന്നാണ് ഉത്തരം പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ആൻസർ ചെക്ക് ചെയ്യാം. ജ്ഞാനസ്നാനപ്പെട്ടവരും അയക്കപ്പെട്ടവരും ക്രിസ്തുവിന്റെ സഭാ ദൗത്യവുമായി ലോകത്തിൽ എന്ന സാർവത്രിക പ്രമേയമാണ് പാപ്പ നൽകിയത്. ചെറുതായിട്ട് ഉത്തരം തെറ്റിയിട്ടുണ്ട്. ബെൻ, സങ്കടമുണ്ടോ? ഇല്ല. ബെന്നിന് സങ്കടമല്ല, ടെൻഷനാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോയാലോ? അടുത്തതായിട്ട് ഏത് റൗണ്ടാണ് ചൂസ് ചെയ്യുന്നത്? ജെറുസലേം. സഭാ ചരിത്രത്തെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചോദ്യങ്ങളാണ് ജെറുസലേം റൗണ്ടിൽ നൽകുന്നത്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനും ഡയറക്റ്റ് ക്വസ്റ്റ്യനും ജെറുസലേം റൗണ്ടിൽ ഉണ്ടാവുന്നതാണ്.
നമുക്ക് ചോദ്യം കണ്ടാലോ? യെസ്. ജെറുസലേം റൗണ്ടിലെ ചോദ്യം ഇതാണ്: ഖന്ദീഷ എന്ന സുറിയാനി പദത്തിന്റെ അർത്ഥം എന്ത്? 4 ഓപ്ഷനാണ് ഉള്ളത്. വാഴ്ത്തപ്പെട്ടവൻ, തലവൻ, വണക്കപ്പെട്ടവൻ, പരിശുദ്ധൻ. പരിശുദ്ധൻ. പരിശുദ്ധൻ ഉറപ്പാണ്. യെസ്. നമുക്കെന്നാ ആൻസർ ചെക്ക് ചെയ്താലോ? പരിശുദ്ധൻ എന്നാണ് ഖന്ദീഷ എന്ന സുറിയാനി പദത്തിന്റെ അർത്ഥം. ആദ്യത്തെ ഒരു ഉത്തരം തെറ്റിച്ചപ്പോ നിങ്ങൾ ഓഡിയൻസിന് ഒരു പേരുണ്ടറിഞ്ഞ അടുത്ത ഉത്തരം തെറ്റിക്കോന്ന് കണ്ടാ? ഇല്ല, ഓഡിയൻസിനൊക്കെ വളരെ നന്നായിട്ട് ബെന്നിനെ അറിയാം. ബെൻ അടുത്ത ഉത്തരങ്ങളൊക്കെ നന്നായിട്ട് പറയും, അല്ല ബെൻ? ഇപ്പൊ കുറച്ച് കോൺഫിഡന്റ് ആയി. കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ ഈ റൗണ്ടിൽ ഒരു ഡയറക്റ്റ് ചോദ്യം കൂടി ബാക്കിയുണ്ട്, അത് നോക്കാം. കന്തീശങ്ങളുടെ പള്ളി എന്ന പേര് വന്നത് എങ്ങനെ? മാർ സാപ്പോർ, മാർ പ്രോത്ത് എന്നീ പുണ്യചരിതന്മാരുടെ ഓർമ്മയ്ക്ക്. ആൻസർ ചെക്ക് ചെയ്യാം. മാർ സാബോർ, മാർ പ്രോത്ത് എന്നീ പുണ്യചരിതന്മാരുടെ ഓർമ്മയ്ക്കായി നൽകിയ പേരാണ് ഇത്. ആദ്യത്തെ റൗണ്ടിൽ ഒരു തെറ്റുത്തരം പറഞ്ഞെങ്കിലും അതേ രണ്ടാമത്തെ റൗണ്ടിൽ 2 ചോദ്യങ്ങളും ബെൻ ശരിയാക്കിയിരിക്കുകയാണ്. ഈ റൗണ്ടിൽ സമ്മാനവും നേടിയിരിക്കുകയാണ്. ആ സമ്മാനം നമുക്ക് കൊടുത്താലോ? ഓഡിയൻസ്, നിങ്ങളുടെ ചോദ്യം കേൾക്കാൻ റെഡിയല്ലേ? റെഡിയാണോ? അതെ. അങ്ങനെയാണെങ്കിൽ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ചോദ്യം ഇതാണ്: പേരാവൂരിൻ്റെ 2ാമത്തെ വികാരി. പേരാവൂരിൻ്റെ 2ാമത്തെ വികാരി. അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടോ? അവർക്ക് ഉത്തരം ഉണ്ടെന്ന് തോന്നുന്നു. ദൂരപ്പച്ചൻ മുന്നോട്ട് വരാമോ? മോൺസിഞ്ഞോർ റോഡ്രിഗസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിയാണോ? അവർക്ക് ശരിയാണെന്ന് പറയാനാണ് ഓഡിയൻസിനും ഇഷ്ടം, എന്നാൽ ശരിയാണെന്ന് പറയാനാണ് ഞങ്ങൾക്കും ഇഷ്ടം. ആൻസർ കറക്റ്റ് ആണ്. മോൺസിഞ്ഞോർ JB റോഡ്രിഗ്സ്. സന്തോഷായില്ലേ? തീർച്ചയായിട്ടും ഞങ്ങൾക്ക് സന്തോഷം കുറവുണ്ട്. നല്ലൊരു കൈയടി കൊടുത്തേ. അങ്ങനെ 2 റൗണ്ടും ഒരു ഓഡിയൻസ് റൗണ്ടും കഴിഞ്ഞിട്ടുണ്ട് ബെൻ. ബെന്നിനെ കാത്ത് ഇനി 2 റൗണ്ട് കൂടിയാണുള്ളത്. ഇതിൽ ഏത് റൗണ്ടാണ് അടുത്തതായിട്ട് ബെൻ ചൂസ് ചെയ്യുന്നത്? മാർഗം. വിശുദ്ധരെ പരിചയപ്പെടുത്തുന്ന റൗണ്ടാണ് മാർഗം റൗണ്ട്. ഈ റൗണ്ടിൽ 2 വിശുദ്ധരെയാണ് ബെന്നിന് കാണിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആ 2 വിശുദ്ധരെന്ന്. വിശുദ്ധ മറിയം ത്രേസ്യ, വിശുദ്ധ എവുപ്രാസിയാമ്മ. ആരെയാണ് ബെൻ ഓപ്റ്റ് ചെയ്യുന്നത്? വിശുദ്ധ എവുപ്രാസിയാമ്മ. വിശുദ്ധ എവുപ്രാസിയാമ്മ. അങ്ങനെയാണെങ്കിൽ ആ ചോദ്യം നോക്കാം. വിശുദ്ധ എവുപ്രാസിയാമ്മയെ കുറിച്ചുള്ള ചോദ്യം ഇതാണ്: എവുപ്രാസിയാമ്മ മരിച്ചത് എന്ന്, എവിടെ വെച്ച്? കൊല്ലൂരിൽ വെച്ച് ഓഗസ്റ്റ് 29, 1877 ആണോ? 1877. 1877 എന്നാണ് പറയുന്നത്. ഉറപ്പാണെങ്കിൽ നമുക്ക് ആൻസർ നോക്കാം. 1952 ഓഗസ്റ്റ് 29 ഒല്ലൂർ മഠത്തിൽ വെച്ച്. ഒല്ലൂരും പറഞ്ഞു, ഓഗസ്റ്റ് 29 എന്ന് പറഞ്ഞു. വർഷം മാത്രം ചെറിയ ഒരു മിസ്റ്റേക്ക് പറ്റി, പക്ഷേ സാരമില്ല. ഇത്രയും കൃത്യമായിട്ട് പറഞ്ഞല്ലേ, സമ്മാനം തന്നാലോ? എന്തി അല്ല, നിങ്ങൾക്ക് പോലെ എനിക്കൊരു പാട്ട് പാടാൻ. ഒരു പാട്ട് പാടിയിട്ട് നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോകാം. എന്തിനു വേണ്ടിയിട്ടാ? ബെന്നിന്റെ ടെൻഷൻ മാറ്റാൻ വേണ്ടിയിട്ടാണോ? ബെന്നിന് ചെറിയൊരു ടെൻഷൻ. ബെന്നിന്റെ ടെൻഷൻ മാറ്റാൻ നീ കഷ്ടപ്പെട്ട് പാട്ട് പാടണ്ട. ഇവിടെ പാട്ട് പാടുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയാണെങ്കിൽ വിളിച്ചോ. ചേട്ടൻ്റെ ഈ ടെൻഷനൊക്കെ ഒന്ന് മാറ്റി ചേട്ടനൊന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ബെന്നിന്റെ അനിയൻ ബെനീറ്റോ നല്ലൊരു ഗാനം ആലപിക്കാനായിട്ട് വരുന്നുണ്ട്. നമുക്ക് ബെനീറ്റോയെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം.
അനിയൻ്റെ പാട്ടൊക്കെ കേട്ട് ലയിച്ച് നിൽക്കാണോ? അല്ല. അടുത്ത റൗണ്ടിലേക്ക് പോവണ്ടേ? നമുക്ക് നോക്കിയാലോ ബാക്കി നിൽക്കുന്ന ആ ഒരു റൗണ്ട്. ബാക്കിയുള്ളത് അഡ്ജൻഡേഴ്സ് റൗണ്ടാണ്. ഈ റൗണ്ടിൽ തോമാസ് ലിഹായും മിഷനെയും കുറിച്ചുള്ള ചോദ്യങ്ങളായിരിക്കും. നമുക്ക് നോക്കാം. അഡ്ജൻഡേഴ്സ് റൗണ്ടിൽ 2 ഓപ്ഷൻസ് ഉണ്ട്, സെന്റ് തോമസ്, മിഷൻ. സെന്റ് തോമസ് എന്നുള്ള ഓപ്ഷനാണ് ആദ്യം ചൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ചോദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. തുടർന്ന് വരുന്ന മിഷനെ കുറിച്ചുള്ള ചോദ്യം ഡയറക്റ്റ് ചോദ്യമായിരിക്കും. അഥവാ മിഷൻ ആണ് ആദ്യം ചൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ചോദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. തുടർന്ന് വരുന്ന സെന്റ് തോമസിനെ കുറിച്ചുള്ള ചോദ്യം ഡയറക്റ്റ് ചോദ്യമായിരിക്കും. ക്ലിയർ അല്ലേ? ഏതാണ് ഓപ്റ്റ് ചെയ്യുന്നത്? മിഷൻ ആണ് ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ചോദ്യം നോക്കാം. ചോദ്യം ഇതാണ്: പൗലോസ് ലീഹായുടെ 3-ാം മിഷണറി യാത്രയുടെ കാലഘട്ടം ഏത്? 4 ഓപ്ഷനാണ് ഉള്ളത്. AD 40-44, AD 53-58, AD 25-30, AD 60-65. AD 53 മുതൽ 58. AD 53 മുതൽ 58 വരെയുള്ള കാലഘട്ടമായിരുന്നു പൗലോസ് ലീഹ 3-ാം മിഷണറി യാത്ര നടത്തിയത്, അല്ലേ? നമുക്ക് ആൻസർ ചെക്ക് ചെയ്താലോ? ആൻസർ ചെക്ക് ചെയ്യാം. AD 53-58 ഉത്തരം ശരിയാണ്. ഈ റൗണ്ടിലെ ഒരു ചോദ്യം കറക്റ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് ഡയറക്റ്റ് ചോദ്യമുണ്ട്, ആ ചോദ്യം നോക്കാം. ഗോണ്ടോഫറസ് രാജാവിന്റെ തലസ്ഥാന നഗരി ഏതായിരുന്നു? തക്ഷശില. തക്ഷശില ഉത്തരം ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ആൻസർ ചെക്ക് ചെയ്യട്ടെ. തക്ഷശില എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഉത്തരം ശരിയാണ്. തക്ഷശില എന്നുള്ള ആൻസറിന് അത്രയും ഉറപ്പായിരുന്നു കറക്റ്റ് ആകുമെന്ന്. അപ്പോൾ ഈ റൗണ്ടിലെ 2 ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ആ 2 ചോദ്യവും കറക്റ്റ് ആക്കിയിട്ടുണ്ട്, സമ്മാനവും നേടിയിട്ടുണ്ട്. ആ സമ്മാനം നമുക്ക് കൊടുക്കാം. ബെന്നിൻ്റെ 4 റൗണ്ട് കഴിഞ്ഞു. ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആണ് ഇനി ബാക്കിയുള്ളത്. ഈ സമയം നമ്മുടെ ഓഡിയൻസിന് വേണ്ടി നമുക്ക് കൊടുത്താലോ? ഈ സമയം അവരെടുത്തോട്ടെ. ചോദിച്ചോട്ടെ ചോദ്യം. നിങ്ങൾ ഓഡിയൻസിനായുള്ള ചോദ്യം ഇതാണ്: എന്നാണ് തിരുഹൃദയ സഹോദരിമാർക്ക് വേണ്ടിയുള്ള പള്ളിവക ചെറിയ കെട്ടിടം വെഞ്ചരിച്ചത്? ആരാണ് വെഞ്ചരിപ്പ് കർമ്മം നടത്തിയത്? അറിയില്ല? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഇല്ല, അവർക്ക് അറിയാം. അവരുത്തരം പറഞ്ഞോളും, അല്ല സിസ്റ്റേഴ്സ് ആയിരിക്കും എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം ഓടി വന്ന് ഉത്തരമൊക്കെ പറയാൻ പോകുന്നത്. അവർ നമ്മളെ നോക്കുകയാണെങ്കിലും അവർ അഗാധമായിരുന്നു ചിന്തിക്കുകയാണ് ആൻസർ. ആരും പറയില്ലേ? ഈ അറിവ് ഞങ്ങൾ തന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരാം, അല്ലേ? എനിക്ക് തോന്നുന്നു അതായിരിക്കും നല്ലത്. നമുക്ക് ആ ഉത്തരം പറഞ്ഞു കൊടുക്കാം, അല്ലേ? മിക്കവാറും നമ്മൾ തിരിച്ചു പോകുന്ന വണ്ടിയിൽ നമ്മൾ സമ്മാനങ്ങൾ നിറച്ച് കൊണ്ടുപോകേണ്ടി വരും തോന്നുന്നത്. ഉത്തരം പറഞ്ഞു കൊടുത്തിട്ട് അവരെ അതൊന്ന് മനസ്സിലാക്കട്ടെ. അടുത്ത പ്രാവശ്യം അവർക്ക് ഉത്തരം പറയാൻ പറ്റും. ആൻസർ 1956 ജൂൺ 8 മാർ സെബാസ്റ്റ്യൻ വള്ളോപ്പള്ളി പിതാവ്. ഞങ്ങൾക്ക് നല്ലൊരു കയ്യടി തന്നെ. ഞങ്ങൾ കഷ്ടപ്പെട്ട ആൻസർ ഒക്കെ പറഞ്ഞതല്ലേ. അടുത്തത് ഇനി നമുക്കുള്ളത് ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്. ആ ചോദ്യം നോക്കിയാലോ? 2008 ജനുവരി 10 ആരാണ് പുതിയ ദേവാലയത്തിന്റെ തറക്കല്ലിട്ടത്? ബെന്നിന്റെ ഇടവകപ്പള്ളി ഏതാ? ചെട്ടിയാമ്പറമ്പ് സെന്റ് ജോൺസ് ദി ബാപ്റ്റിസ്റ്റ്. ആ പള്ളിയെ കുറിച്ചുള്ള ചോദ്യമാണിത്. 2008 ജനുവരി 10 ആരാണ് പുതിയ ദേവാലയത്തിന്റെ തറക്കല്ലിട്ടത്? മാർ ജോർജ് വെല്ലിമറ്റം. ഉറപ്പാണോ? ആൻസർ ചെക്ക് ചെയ്യണോ അതോ വേറെ ആൻസർ ഉണ്ടോ? ചെക്ക് ചെയ്യാം. ടെൻഷൻ ഉണ്ട്. നമുക്ക് ആൻസർ നോക്കാം. മാർ ജോർജ് വലിയമറ്റം. ആൻസർ കറക്റ്റ് ആണ്. ബെന്നെ സന്തോഷം കൊണ്ട് കരയാണോ? അല്ല. നമ്മുടെ 7 ചോദ്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. സമ്മാനങ്ങളും നേടിയിട്ടുണ്ട്. ജനറൽ ചോദ്യത്തിനും ആൻസർ പറഞ്ഞു. ഒരു ഉത്തരം തെറ്റിയത് കാരണം മെമൻറ്റോ ഇല്ല. പക്ഷെ പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റും ഗിഫ്റ്റ് ബാഗും സമ്മാനങ്ങളുമായിട്ടാണ് പോകുന്നത്. താഴേക്ക് വരാം. വരുമ്പോൾ ആ സമ്മാനങ്ങളും എടുത്തോ. ഈ സമ്മാനങ്ങൾ നമ്മുടെ ബെന്നിൻ്റെ കൂടെ സ്വീകരിക്കാനായിട്ട് ബെന്നിൻ്റെ പേരൻസും അതുപോലെ സഹോദരങ്ങൾ എല്ലാവരെയും ഞങ്ങൾ പ്രേക്ഷിത വാഹിനിയുടെ അടുത്തേക്ക് സ്വാഗതം ചെയ്യുകയാണ്.
നമുക്ക് ആദ്യം കണ്ടപ്പോൾ ബെന്നിന് ടെൻഷനൊക്കെ ഉള്ളത് പോലെ തോന്നി. പക്ഷെ എങ്കിലും സമ്മാനങ്ങളായിട്ട് തന്നെയാണ് ബെന്ന് MSTയുടെ പ്രേക്ഷിത വാഹിനിയിൽ നിന്ന് പോയിരിക്കുന്നത്. ബാക്കി 2 പാർട്ടിസിപ്പൻസ് കൂടിയാണ് നമുക്ക് അവശേഷിക്കുന്നത്. പക്ഷേ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് അവസാനിപ്പിക്കണം. ഇന്നത്തെ ഈ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ആ സമയം തന്നെ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് അവൻ പറഞ്ഞു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവായ പിതാവേ, അങ്ങേ ഞാൻ സ്തുതിക്കുന്നു. എന്തെന്നാൽ അങ്ങ് ഇവ ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചു വയ്ക്കുകയും ശിശുക്കൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു. അതേ പിതാവേ, അതായിരുന്നു അവിടുത്തെ അഭീഷ്ടം. ലോകം കാണുന്ന ശക്തരിലും വിജ്ഞാനിയിലുമല്ല, മറിച്ച് ഉപയോഗശൂന്യരും ദുർബലരുമെന്ന് കരുതുന്നവരിലൂടെയാണ് ദൈവം മഹത്തായ കാര്യങ്ങൾ നിർവഹിക്കുന്നത്. ലോകത്തേക്കാൾ സ്വർഗമായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം. മിഷനെ അറിയാൻ, മിഷനെ സ്നേഹിക്കാൻ, മിഷനറിയാക്കാൻ. സാന്റോ മിഷൻ ക്രിസ്റ്റേമെന്റ്. This is Sinu. This is Likita. Signing off. Thank you. പ്രേഷിതവാഹിനി വന്നിരാ പുതിയ ദൂതുമായി യേശുവിൻ സാക്ഷികളായി തീരാൻ ഉണരു യുവതയെ നീ. ഒന്നിച്ചൊന്ന ചേരാം, സ്നേഹം പങ്കുവെക്കാം, അറിവിൻ മധുരം പകരാൻ മുന്നേറാം. മത്തുമ നൽകിയ പ്രേഷിത ചൈതന്യത്തിനാളമുജ്വലിപ്പിക്കാൻ